അമ്മേ, അമ്മ എൻ്റെ കൂടെ വരണം. എനിക്ക് കാറുണ്ട്, ബംഗ്ലാവുണ്ട്, 6 അക്ക ശമ്പളമുണ്ട്. എൻ്റെ ഈ തിരക്ക് പിടിച്ച കോടീശ്വര ജീവിതത്തിൽ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നിനക്ക് അമ്മയോട് സ്നേഹം ഉണ്ടാടാ? ഡെയിലി ഒരു 5 മിനിറ്റ് എങ്കിലും നിനക്ക് നമ്മുടെ അമ്മയോടൊപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള സമയമുണ്ടോടാ? പണക്കാരൻ തെണ്ടി അനിയ. അരുത്, അനിയൻകുട്ടനെ വേദനിപ്പിക്കല്ലേ മോനെ. അമ്മേ, അമ്മ എൻ്റെ കൂടെ നിൽക്ക്. പക്ഷെ എനിക്ക് അവനെ പോലെ പണമില്ല, പത്രാസില്ല, കാറില്ല, ബംഗ്ലാവില്ല, 6 അക്ക ശമ്പളമില്ല. 5 അക്ക ശമ്പളം ഉണ്ടോ? പോട്ടെ, 3 അക്ക ശമ്പളം ഉണ്ടോ? അല്ലേ വേണ്ട, 2 അക്കം. എടാ മുള്ളിയപ്പ തെറിച്ച തുള്ളിന്ന് പണക്കാരനായനെ തെണ്ടി കളിക്കണ്ട നീ. ജോലി ഇല്ലാതെ ശമ്പളം കിട്ടുന്ന സിസ്റ്റം ഈ യൂണിവേഴ്സിൽ ഇല്ല ബ്രോ. ശരി, ജോലിയില്ല, പക്ഷെ എനിക്ക് അമ്മയെ ജീവന തുല്യം സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്. അമ്മയോടൊപ്പം ചെലവഴിക്കാനുള്ള സമയമുണ്ട്. അമ്മ എൻ്റെ കൂടെ നിൽക്ക്. ദൈവമേ, എന്തൊരു പരീക്ഷണമായത്. ഈ അമ്മയെ ധർമ്മസങ്കടത്തിലാക്കിയല്ലോ. ഒരു മകന് എല്ലാം ഉണ്ട്, പക്ഷെ ഈ അമ്മയോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ല. മറ്റൊരു മകന് ഒന്നുമില്ല, പക്ഷെ ഈ അമ്മയോടൊപ്പം ചെലവഴിക്കാൻ സമയമുണ്ട്. ഒന്നുമില്ലേലും അമ്മയെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അതാണ് ഒരു നല്ല മകന്റെ ഗുണം. അത് നിനക്കുണ്ട്. മക്കളെ, നീ ഒരു കാര്യം ചെയ്യ്. എന്തമ്മ? ഞാൻ അനിയൻ ചെറുക്കന്റെ കൂടെ പോവാ. നിനക്കാണ് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എപ്പോ ചെലവഴിക്കാൻ തോന്നുന്നോ അപ്പൊ അങ്ങോട്ട് പോവാ. അല്ല അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കാം. അമ്മ ഇപ്പൊ തൽക്കാലം തന്നെത്താൻ നോക്കിക്കോളടാ മോനെ. നീ ആദ്യം നിന്നെ തന്നെ നോക്ക്. ഒരു നല്ല കാലം വരുമ്പോ ഈറാമുട്ടിയായി നിൽക്കുക മാരപ്പട്ടി. പോരാടുന്നു. അതല്ലമ്മ, അവന്റെ കൂടെ പോയാൽ ലോണിലടിക്കണ്ടോ? സമാധാനം പോവും. പണക്കാര ലൈഫാണേ. ലോണിലടിക്കുമ്പോ അമ്മ ഹോട്ട്സ്റ്റാർ ഇട്ട് ഒരു ഇന്ത്യ സീരിയൽ അങ്ങോട്ട് കാണൂ. ഈ സമാധാനം ഇല്ലേ, AC അങ്ങോട്ട് ഓൺ ചെയ്ത് സുഖിച്ചങ്ങോട്ട് സമാധാനിച്ച് ഉറങ്ങിക്കോളാം. അത് നോക്കിക്കളാ, കാറങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ മമ്മി. അടി പൂക്കുറ്റി. മോന്റെ നല്ല മനസ്സിന് മോന് നല്ലതേ വരൂ. പക്ഷെ നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കാരണം നല്ലതടക്കം നാശായി തീരുന്നു മാത്രം. ഓക്കെ, ബൈ. വായ തളടിക്കാതെ നൈസിൽ കൂടെ പോയാൽ മതിയായിരുന്നു. അമ്മേ.